ഹലോ നമസ്കാരം എല്ലാവർക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് അറക്കു എന്ന് പറഞ്ഞൊരു വില്ലേജിലേക്കാണ് കേട്ടോ. നമ്മളിതാ കുറേ ടീമിൻ്റെ കൂടെയാണ് പോകുന്നത്. ഞാൻ ഇവരുടെ കൂടെ ജോയിൻ ചെയ്തതാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവർ ആന്ധ്ര തെലുങ്കാനയിൽ നിന്നുള്ള കുറച്ച് ടീംസാണ് കേട്ടോ. ഞാൻ അവരുടെ കൂടെയാണ് അറക്കു കാണാനായിട്ട് പോകുന്നത് കേട്ടോ. ഞാൻ ഇങ്ങോട്ട് വന്നത് ട്രെയിനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു ഷെയർ ടാക്സി ആക്കിയിട്ടാണ് പോകുന്നത്. ആദ്യത്തെ സ്പോട്ട് എന്ന് പറയുന്നത് ഒരു വാട്ടർഫാളായിരുന്നു. കാര്യം മഴക്കാലമൊന്നും അല്ലാത്തത് കൊണ്ട് ഇവിടെ വെള്ളമൊക്കെ വളരെ കുറവായിരുന്നു കേട്ടോ. എന്നാലും നമ്മൾ എന്തായാലും അവിടെ പോയിട്ട് ഒന്ന് ഫ്രഷ് ആവാന്നുള്ള രീതിയിലാണ് പോയത്. ഇവരും എന്നെപ്പോലെ കുറച്ച് ഒരാഴ്ചത്തെ യാത്രയ്ക്ക് വന്നതാണ്. അപ്പോൾ അവർക്ക് ഫ്രഷ് ആവാനും കുളിക്കാനൊക്കെ ആയിട്ട് ഒരു സൗകര്യം നോക്കിയിട്ടാണ് ഒരു വാട്ടർഫാൾ തിരഞ്ഞെടുത്തത്. പക്ഷെ ഇവിടെ വെള്ളമൊക്കെ വളരെ കുറവാണ്. ഇവർ എന്നെ പോലെ ഒന്നല്ല കേട്ടോ. ഇവർ ഇഷ്ടംപോലെ ഫോട്ടോസൊക്കെ എടുക്കുന്നൊരു ടൈപ്പാണ്. ഞാൻ എൻ്റെ ഫോട്ടോസൊന്നും തീരെ എടുക്കാറില്ല. ഇതെന്ന് പറഞ്ഞാൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോസൊക്കെ എടുത്ത് ഒരു ടീമായിട്ട് പോകുമ്പോഴുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അങ്ങനെയാണ് അവരുടെ ഒരു യാത്ര എന്ന് പറയുന്നത്. അത്യാവശ്യം ഗ്രീനറിയാണ് കേട്ടോ ഇവിടെ കാണാനൊക്കെ. അరకు എന്ന് പറയുന്നത് ഒരു ഹിൽ സ്റ്റേഷനാണ്. നമ്മളെ മൂന്നാറെല്ലാം പോലെ ഒരു ഹിൽ സ്റ്റേഷൻ കേട്ടോ. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം. വെള്ളം എന്നൊക്കെ പറഞ്ഞാൽ വളരെ കുറവാണ്. വാട്ടർഫാൾ എന്നെല്ലാം പറഞ്ഞ് വന്നിട്ട് ഇടാന്ന് എഴുതുള്ളേ ഉള്ളില്ല. ഇതിപ്പോൾ ചെറിയൊരു ചാലെന്ന് വേണമെങ്കിൽ പറയാം. മഴക്കാലത്ത് അടിപൊളിയായിരിക്കും ചിലപ്പോൾ. ഇതിൻ്റെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനിവിടെ വരുന്നതിന് മുമ്പ് എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ തീരെ വെള്ളമില്ല. വേനൽക്കാലമാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ കാണാൻ ഇപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. കൂടെയുള്ളവർക്ക് കുളിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ അതിൻ്റെ താഴെ ഭാഗത്തോട്ടൊന്ന് നടന്നു നോക്കി കേട്ടോ. അവിടെ ചെറിയൊരു സ്പോട്ട് കിട്ടി കുളിക്കാൻ പറ്റിയത്. അപ്പോൾ അവരവിടെ നിന്ന് ഫ്രഷ് ആകുന്നുണ്ടായിരുന്നു. ഞാൻ എന്തായാലും രാവിലെ കുളിച്ചിട്ട് വന്നതുകൊണ്ട് ഞാൻ പിന്നെ കുളിക്കാനൊന്നും നിന്നില്ല. എന്തായാലും വൈകുന്നേരം തിരിച്ചു പോയിട്ട് കുളിക്കാമെന്ന് വിചാരിച്ച് ഞാൻ അവിടെ തന്നെ നിന്ന് കേട്ടോ. വാട്ടർഫാൾ കാണാൻ വന്നിട്ട് തീരെ വെള്ളമില്ല കേട്ടോ. എന്താ ചെയ്യുക. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞതാ ഏകദേശം ഒരു 3 മണിയായിട്ടോ ഫസ്റ്റത്തെ സ്പോട്ട് കവർ ചെയ്യുമ്പോൾ തന്നെ. സെക്കൻഡ് സ്പോട്ട് നമ്മൾ പോയതെന്ന് വെച്ചാൽ ഒരു വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ. വ്യൂ പോയിൻ്റ് എന്ന് പറയാൻ വലിയൊരു വ്യൂ പോയിൻ്റ് ആയിട്ടൊന്നും തോന്നിയില്ല. ഇതെല്ലാം മഴക്കാലത്ത് കാണേണ്ട ഒരു സ്പോട്ടായിട്ട് എനിക്ക് തോന്നിയത്. നമ്മൾ ഈ വേനൽക്കാലത്ത് വന്നിട്ട് ഇവിടെ വലിയ കാര്യമായിട്ട് കാണാനൊന്നും തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ അവിടെ സൈഡാക്കി അവിടെ മറ്റേ ടീ പൗഡർ, കോഫി പൗഡർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മൾ വയനാട് മൂന്നാറൊക്കെ പോയി കഴിഞ്ഞാൽ സാധാരണ വീട്ടിലിട്ട് വാങ്ങുന്ന ഒരു സെറ്റപ്പ്. ആ ഒരു സെറ്റപ്പിൽ ചെറിയ കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ചായപ്പൊടിയൊക്കെ വാങ്ങുന്നുണ്ടായിരുന്നു. എൻ്റെ വണ്ടിയിൽ ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ടായതുകൊണ്ട് ഞാനൊന്നും വാങ്ങിയില്ല. ഗലികൊണ്ടാന്ന് കേട്ടോ ഈ വ്യൂ പോയിൻറ്റിൻ്റെ പേര്. കാര്യമായിട്ട് കാണാമെന്നില്ല, ഒരു ചെറിയ സ്പോട്ടാണ്. വണ്ടി സൈഡാക്കിയിട്ട് നമുക്ക് ജസ്റ്റ് അതിലേക്കൂടെ വണ്ടി ഇങ്ങനെ വരുന്നത് നമുക്ക് കാണാൻ പറ്റും, അത്രയേ ഉള്ളൂ. പിന്നെ ഈ മലയൊക്കെ ബി മഴക്കാലത്ത് കുറച്ച് പച്ചപ്പൊക്കെ കഴിക്കഴിഞ്ഞാൽ കുറച്ച് രസം ഉണ്ടാവുമായിരിക്കും. ചായപ്പൊടി കാര്യങ്ങൾ, കുറച്ച് ഔഷധ സാധനങ്ങളൊക്കെ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. കുറേ വേരുകൾ കാര്യങ്ങളൊക്കെ. ഇവിടെ സൈഡിൽ തന്നെ ഒരു കബാബ് സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതൊരു 30 രൂപയേ ഉള്ളൂ ഒരു സ്റ്റിക്കിന് കേട്ടോ. അപ്പോൾ എല്ലാവരും വാങ്ങി ഓരോന്ന് ടേസ്റ്റ് ചെയ്തു. സാധനം കൊള്ളായിരുന്നു കേട്ടോ, നല്ല രസമുണ്ട്. ഇത് ഇവർ പ്രിപ്പയർ ചെയ്ത് തരുന്നത് കനലിലാണ് ചുട്ടി തരുന്നത്. അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. അതെല്ലാവരും ഓരോന്ന് ട്രൈ ചെയ്തു. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ടീ എസ്റ്റേറ്റ് കാണാനാണ് പോയത്. ഞാൻ അതിൻ്റെ ഉള്ളിലൊന്നും കയറിയില്ല. കാരണം ഇത് ഫുള്ള് കുരുമുളകിൻ്റെ വള്ളിയും ചെറിയൊരു കാപ്പിത്തോട്ടമാണ്. വേറെ അതിനകത്ത് കാര്യമായിട്ടൊന്നുമില്ല. ഇതൊക്കെ നമ്മളെ നാട്ടിൽ നമ്മൾ ഇഷ്ടംപോലെ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് അവരും കയറിയില്ല കേട്ടോ. അവർക്കും വലിയ താല്പര്യം ഉണ്ടായില്ല. കാരണം എൻട്രി ഫീ ഒക്കെ അധികമാണ്. കാര്യമായിട്ട് കാണാനൊന്നുമില്ല, ഫോട്ടോ എടുക്കാൻ മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ അടുത്ത സ്പോട്ടിലേക്കാണ് പോയത്. അടുത്തതെന്ന് പറയുന്നത് ഒരു ചോക്ലേറ്റ് ഫാക്ടറിയാണ് കേട്ടോ. ഇതിലും വലിയ കാര്യമായിട്ട് കാണാനൊന്നുമില്ല. പക്ഷേ അതിനകത്ത് കുറച്ച് എന്താ പറയുക, ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കോഫി ഉണ്ടാക്കുന്നതും എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നതും എങ്ങനെയാണ് പിന്നെ ലാസ്റ്റ് കോഫി ആയിട്ട് മാറുന്നത് കാര്യങ്ങൾ ഒക്കെ അറബികളെല്ലാം കോഫിക്ക് യൂസ് ചെയ്യുന്നതും കാര്യങ്ങളായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പണ്ടത്തെ കാലത്തെ സ്റ്റോറേജ് കേട്ടോ. കോഫിയെല്ലാം ആക്കി സ്റ്റോർ ചെയ്ത് വെക്കുന്നില്ല, നമ്മൾ കുടിക്കാൻ വേണ്ടി ജഗ്ഗൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങളുണ്ടല്ലോ. അതുപോലെയുള്ള പണ്ടത്തെ കാലത്തെ ADയിലൊക്കെ ഉണ്ടാക്കിയ സാധനങ്ങളാണ് കേട്ടോ. അതിൻ്റെയൊക്കെ ഓരോ നാട്ടിലും യൂസ് ചെയ്ത സാധനങ്ങളൊക്കെ അവിടെ സ്റ്റോറേജ് പുരാവസ്തു സൂക്ഷിച്ച പോലെ വെച്ചിട്ടുണ്ട്. അത് കൊള്ളായിരുന്നു കേട്ടോ. അതൊരു മ്യൂസിയത്തിൻ്റെ ഒരു സെറ്റപ്പ്.
ഇതൊക്കെ നമ്മളെ കാപ്പിക്കുരു പഴുത്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സാധനങ്ങളൊക്കെയാണ് അവർ വരച്ച് വെച്ചിട്ടില്ല കേട്ടോ. വരച്ചതല്ല, സിമെൻറ്റിൽ ഓരോന്ന് ചെയ്ത് വെച്ചാണ് രൂപങ്ങൾ. ഇതൊക്കെ ഒരു എന്താ പറയുക, കുട്ടികൾക്കൊക്കെ കണ്ടിരിക്കാൻ പറ്റിയൊരു സെറ്റപ്പ്, അത്രയേ ഉള്ളൂ. മെയിൻലി ഇതെല്ലാം നമ്മുടെ പ്രോസസ്സിങ്ങിൻ്റെ ഓരോ സ്റ്റെപ്സാണ്. അത് പഴുക്കുന്നു, അത് പറിക്കുന്നു, അത് ഉണക്കുന്നു, അത് കഴിഞ്ഞ് ചാക്കിലാക്കിയിട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ആൾക്കാർക്ക് പെട്ടെന്ന് കണ്ട് മനസ്സിലാക്കാൻ പറ്റിയ രീതിയിൽ ഓരോന്ന് ആക്കിയതാണ്. പണ്ടത്തെ കാലത്ത് പായകളിൽ ഇങ്ങനെ കാപ്പിക്കുരു ശേഖരിച്ച് അതിൻ്റെ തൊലി കളഞ്ഞ് ഉണക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് പണ്ടത്തെ ഇതുപോലെ ഓർമ്മയുണ്ട്. ഇപ്പോൾ ആൾക്കാരൊന്നും ഇങ്ങനെ കുത്തിപ്പൊടിക്കാറില്ല. അപ്പോൾ കുത്തിപ്പൊടിച്ചിട്ട് പിന്നെ പൗഡർ ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സൊക്കെയാണ് ഇതിനകത്ത് കാണിക്കുന്നത് കേട്ടോ. അതിൻ്റെ പുറത്ത് തന്നെ നമുക്ക് ചോക്ലേറ്റ് വാങ്ങാനുള്ളൊരു ഓപ്ഷനും കൂടി ഉണ്ട്. നമ്മൾ സാധാരണ ഊട്ടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ചോക്ലേറ്റ് ഫാക്ടറിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാൻ കിട്ടുമല്ലോ, അതുപോലെ തന്നെയാണ്. പക്ഷേ താരതമ്യേന റേറ്റൊക്കെ കൂടുതലാട്ടോ. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ഇറങ്ങി കേട്ടോ. ഇനി റിട്ടേൺ നമുക്ക് അവിടെ വേറൊരു മ്യൂസിയം കൂടി ഉണ്ട് കാണാൻ. പക്ഷേ അതിൻ്റെ എൻട്രി എങ്ങനെയാണെന്ന് അറിയില്ല, ഓൾറെഡി ടൈം ലേറ്റ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മളെ ട്രൈബൽ മ്യൂസിയം കേട്ടോ. നമ്മളാ പോയ സമയത്തേക്ക് ഓൾറെഡി ടൈം ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ കയറ്റി വിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിനി എപ്പോഴെങ്കിലും വന്ന് കവറാക്കാന്നുള്ള രീതിയിൽ നമ്മൾ റിട്ടേൺ പോകാൻ തീരുമാനിച്ചേട്ടോ. എന്തായാലും ഒരു ദിവസം ഇവരുടെ കൂടെ സ്പെൻഡ് ചെയ്തതല്ലേ, അതുകൊണ്ട് ഞാൻ അവരുടെ കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് വന്നത്. ഇവിടെ ഐ ലവ് വറക്കൂ എന്നുള്ളൊരു ബോർഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുമ്പ് നിന്ന് എല്ലാവരും കൂടെ ഫോട്ടോസൊക്കെ എടുത്ത് ഒരു ബൈയൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പിരിഞ്ഞത്. എന്തായാലും അതൊരു അടിപൊളി ദിവസമായിരുന്നു. ഒരു ദിവസം ഫുള്ളായിട്ട് ഇവരുടെ കൂടെ തന്നെ ആയിരുന്നു. ട്രെയിനിൽ നിന്ന് പരിചയപ്പെട്ട് അന്നത്തെ എന്താ പറയുക, അന്ന് എല്ലായിടത്തും എക്സ്പ്ലോർ ചെയ്തതെല്ലാം അവരുടെ കൂടെ ആയിരുന്നു. ഞാനെടുത്ത ഫോട്ടോസൊക്കെ ഇതിൻ്റെ എൻഡിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയ്ക്കാണ് അരക്കൂല നമ്മളൊരു ഹാഫ് ഡേ കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത സ്ഥലങ്ങൾ. ഇവിടെ കുറേ അഡ്വഞ്ചേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴേലും വന്നിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അരക്കു കണ്ടതിന് ശേഷം തിരിച്ച് ഞാൻ ബസ്സിലാണ് പോയത് വിശാഖപട്ടണത്തേക്ക്. അപ്പോൾ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കാഴ്ചയാണിത്. രാത്രിയായി, നമ്മൾ ലേറ്റായി, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ അവിടുന്ന് നേരെ പാടേരൂരിലേക്കാണ് പോയത്. പാടേരി ഒരു ഫ്രണ്ടിൻ്റെ റൂമുണ്ടായിരുന്നു, അപ്പോൾ അങ്ങോട്ടാണ് പോയത്. അപ്പോൾ എന്തായാലും അടുത്ത കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഇനി ഉള്ളതെന്ന് വെച്ചാൽ നമ്മളൊരു ഓഫ് റോഡിങ് ഇവൻറ്റിനാണ് പോകുന്നത്. ഫ്രണ്ട്സിൻ്റെ കൂടെ ജസ്റ്റ് ഒരു 2 ഡേ ട്രിപ്പാണ് പോകുന്നത്, ഓഫ് റോഡിങ് ട്രിപ്പാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ, സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.